അള്ളാഹിനെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് നല്ലത് ഭാവിക്കാൻ കഴിയുന്നില്ല? നല്ലത് ഭാവിക്കണം. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുതണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു നല്ല ഭാവനയുണ്ടല്ലോ, ആര് കൈവിട്ടാലും നമ്മളെ പടച്ച റബ്ബ് കൈവിടൂല. അങ്ങനെ അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന, പടച്ചവനിൽ വല്ലാതെ തവക്കലും പ്രതീക്ഷയും വെച്ചിരുന്ന ഒരുപാട് പേരുടെ ചരിത്രം അറിയുമല്ലോ. നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനെ വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ അതാ ശത്രുക്കളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ട് അതാ നമ്രൂദിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതാ വലിയ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു കൊല്ലുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും വിറക് ശേഖരിച്ചൊരു വലിയ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ചരിത്രം പറയുന്നു, ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞ് താഴെ വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കി. അവസാനം ഇബ്രാഹിം നബി അതിനകത്തേക്ക് കൊണ്ടിടാൻ ഒരാൾക്കും കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും ഭയാനകമായ തീക്കുണ്ടാരമാണ്. അവസാനം അവരെന്ത് ചെയ്തെന്നറിയുവോ? അമ്പും ബില്ലും തയ്യാറാക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകാലിക്കാൻ നബിയോ, അങ്ങേനാ സഹായിക്കാൻ നബിയോ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവാണല്ലോ എന്നെ സൃഷ്ടിച്ചത്, ആ പടച്ച റബ്ബിനറിയാമല്ലോ എന്നെ സഹായിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, പുഞ്ചിരിക്കുന്ന മുഖത്തോട് അതാ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി 40 ദിവസം കഴിഞ്ഞിട്ട് ചിരിക്കുന്ന മുഖത്തോടെ മടങ്ങി വന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രമുണ്ടല്ലോ. അല്ലാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷ വെച്ച പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അമ്പിങ്ങനെ തയ്യാറാക്കി എയ്ത് വിടുന്നതിന് വേണ്ടി നിർത്തിയിരിക്കാം. ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ രക്ഷിക്കാൻ നബിയെ, ആ തീ ഞാൻ അണയ്ക്കാൻ നബിയെ, ഒന്ന് അനുവാദം എന്താ? എന്റെ പൊന്നരച്ചങ്ങാതി, നിന്റെ സഹായം എനിക്കുണ്ട, എന്റെ കൂടെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അള്ളയുണ്ടല്ലോ, അള്ളാഹിക്കറിയാം എന്നെ രക്ഷിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ നോക്കി നിൽക്കെ. നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് ഒരു രോമം പോലും കരിയാതെ ഇറങ്ങി വന്ന ചരിത്രം വെറുതെയല്ല ഖുർആനും ഹദീസും എഴുതി വെച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ഭാവിക്കൂ. അല്ല നമ്മുടെ കൂടെയുണ്ട്. നീ കരഞ്ഞാ നിന്റെ ഉമ്മാന് ചിലപ്പം വേദനിക്കില്ല, നിന്റെ വാപ്പയ്ക്ക് വേദനിക്കില്ല, നിന്റെ കൂടെ കടന്നവൾക്ക് വേദനിക്കില്ല, നിന്റെ കൂടെ പറപ്പിന് വേദനിക്കണമെന്നില്ല, നിന്റെ സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല. പക്ഷേ നിന്റെ കണ്ണ് നിറഞ്ഞ അള്ളാഹുവിന് സഹിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കരഞ്ഞ റബ്ബിന് സഹിക്കൂല. അള്ളാഹ്ക്ക് വല്ലാത്ത പ്രയാസമാണ് നമ്മൾ കരയുന്നത്, നമ്മുടെ കണ്ണ് നിറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ഭാവിക്ക്. പൗരത്വ ബില്ലൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആൾബലവുമില്ല, നമ്മുടെ കയ്യിൽ അധികാരവുമില്ല, ഒന്നുമില്ല. പക്ഷെ ആര് നമ്മുടെ കൂടെയുണ്ട്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് സഹോദര. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. നമ്മൾ എന്തിനാ ഭയപ്പെടുക? എന്തിനാ നമ്മൾ ഭയപ്പെടേണ്ടത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ള റബ്ബ് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അള്ളാഹിനെ കുറിച്ച് പഠിക്ക്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുക. അല്ല ആരെന്നറിയോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ചരിത്രം വായിച്ചാൽ മതി. അത് മനസ്സിലാകും നിനക്ക് അല്ലാഹ് ആരാണ്. എന്നെയും നിന്നെയും പടച്ച റബ്ബാരാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ യാത്ര മാത്രം വായിച്ചു നോക്കിയാൽ മതി. എന്തേ ഹിജ്റ യാത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. മക്കയിലും താമസിക്കാൻ കഴിയുന്നില്ല, മക്കയിൽ നിലനിൽപ്പില്ല. പീഡനങ്ങളും ത്യാഗങ്ങളും സഹിക്കാൻ കഴിയാതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോ ഇബ്ലീസ് പോയിട്ട് ഖുറൈശികളോട് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നാടുവിടാൻ പോകുകയാണ്, രക്ഷപ്പെട്ടാൽ നിങ്ങൾക്കൊന്നും ഇനി ജീവിതത്തിൽ
ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കിട്ടിയിരിക്കുന്ന അവസാനത്തെ അവസരം മുഹമ്മദിനെ കൊന്നോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഖുറൈശികൾ ഗോത്രങ്ങളിലെ നേതാക്കന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ. അങ്ങനെ വീട് വളഞ്ഞിരിക്കുകയാ. NRCയുടെ ആൾക്കാർക്ക് പ്രവേശനമില്ലെന്ന് വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കണ താത്ത, നീ അല്ലാഹ് ആരാന്ന് പഠിക്ക്, പിന്നെ എഴുതി വേ, പട്ടിയുണ്ട് സൂക്ഷിക്ക. ഇതായിരുന്നു പണ്ടൊക്കെ വീടിന്റെ മുന്നിൽ. ഇപ്പൊ അതൊക്കെ മാറി. ഈ ഫാന് വേണ്ടപ്പ നിങ്ങൾക്ക് വെച്ച് എനിക്ക് വേണ്ട. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീടിന്റെ അകത്തിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങാൻ തയ്യാറായപ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, യാത്രയ്ക്ക് ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇറങ്ങാൻ പോവല്ലേ? വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോവല്ലേ? വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാ. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകന് വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന സമയത്ത് തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കാൻ ആദ്യം എനിക്ക് വെട്ടണോന്ന് പറഞ്ഞിട്ട് വാളും തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തത് എന്താ? AK-47 എടുത്തിട്ട് പട്ടപട്ടാന്ന് പൊട്ടിക്കാനാ പറഞ്ഞേ? അല്ലെങ്കിൽ വല്ല ആറ്റം ബോംബോ മിസൈലുകളോ എടുത്ത് വീടിന്റെ പുറത്തിട്ടിട്ട് പോകാനാ പറഞ്ഞേ? അല്ല. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, ഒരു പിടി മണ്ണ് വാരണം. അല്ലാഹ് ആരാന്ന് പഠിച്ചോ നീയൊക്കെ? പൗരത്വ ബില്ലിനെ ഭയന്ന് വിറച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉറക്കമില്ല, സമാധാനമില്ല. ഉസ്താദെ എന്താ ഉസ്താദെ, എന്താ ഉസ്താദെ? 1951 രേഖയും തിരഞ്ഞെടുക്കണ താത്ത, നിന്നെ പടച്ച അല്ലാഹ് ആരാന്ന് പഠിക്ക്. നിന്നെ പടച്ച അല്ലാഹ് ആരാണെന്ന് പഠിക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയേ, ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ആ മണ്ണിന്റെ അകത്ത് കൂടോത്രം ചെയ്യാനല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. സൂറത്തു യാസീൻ ഇരുന്ന് ഓതുവല്ലോ ഞാനും നിങ്ങളും. ഇന്നൊക്കെ പലരും ഓതിയില്ലേ? നാളെ ഓതുവല്ലോ. മുത്തുനബിയോട് പറഞ്ഞു കൊടുത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹ് പറഞ്ഞു വിട്ടതാ, നബിയേ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീൻ അതിലെ ഈ ആയത്ത് ഓതിയിട്ട് മണ്ണിലൊന്ന് ഊതണം. എന്നിട്ട് വീടിന്റെ വാതിലങ്ങോട്ട് തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് എറിഞ്ഞിട്ട് ഇറങ്ങി പൊക്കോളാൻ. ആ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒരായത്ത് ഓതിയിട്ട് വാതില് തുറന്ന് വെളിയിലേക്ക് എറിഞ്ഞിട്ട് നെഞ്ചും വിരിച്ചിറങ്ങിപ്പോ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട് മുഴുവനും വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ നെഞ്ചും വിരിച്ചിട്ട് ഓടിയില്ലടാ, നടന്നാ പോയത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഉണ്ട് ചങ്ങാതി, ആ അല്ലാഹ് ഇപ്പോഴുണ്ട്. ആ അല്ലാഹ് ഇപ്പോഴും ഉണ്ട്. ആ അള്ളാഹു ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ പടച്ചവനെ 3 ദിവസത്തോളം ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാ. ശത്രുക്കള് പേ പിടിച്ചിട്ട് നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടാതെ കൊല്ലാൻ വേണ്ടി രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ശത്രുക്കൾ മുഴുവനും പേപ്പട്ടികൾ നടക്കണ പോലെ ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കാ. അതല്ലേ ഇപ്പം ഡൽഹിയിൽ നടന്നേ? ഭ്രാന്ത് പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നടക്കാ. അള്ളാഹു മരണപ്പെട്ടവർക്ക് ഷഹീദ് കൊടുക്കുമാറാകട്ടെ, ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. ഈ പൊട്ടന്മാര് വിചാരിച്ചിരിക്കണത് 5-6 എണ്ണത്തിന് അവിടെ ഇവിടെ ഇട്ട് വെട്ടിക്കൊന്ന് ലൈവിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ച് വീടിന്റെ അകത്ത് പോയി പതുങ്ങിയിരിക്കുന്നു. ഏത് പൊട്ടൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല അവന്മാർക്ക് നമ്മൾ ആരാണ്, നമ്മൾ ആരാണ്? എടാ, നമുക്ക് ഇങ്ങനെ ഒരു മരണം എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു നോക്കി നടക്കാം. നമ്മളാരാ? എടാ, മരിക്കുമ്പോ ഷഹീദായി മരിച്ചാ മതി, അത് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടക്കണേ. അപ്പോഴേ ഇവന്മാർ ഇതൊക്കെ എന്തിനാ ലൈവ് ഇടുന്നേ? കൊല്ലുന്നവന് കൊന്നാ പോരെ? കൊല്ലുന്നവന് കൊന്നാ പോരെ? എന്തിനാണ് കൊന്നിട്ട് ലൈവ് ഇടുന്നത്? അത് നമ്മളെ പീഡിപ്പിക്കാൻ. പടക്കം പൊട്ടിക്കുക, പടക്കം പൊട്ടിച്ച് കാണിക്കുക. ആരോട്? ഈയിടെ ഖബർ കാണുന്ന നമ്മളോട്. ഖബർ കാണുന്ന സ്വന്തം മാപ്പാനെ കൊണ്ട് ഖബർ ഇറക്കി വെച്ച നമ്മളോട്, ജനിച്ചപ്പോഴേ ബാങ്കും ഇക്കാമത്തും ചെവിയിൽ കൊടുത്തു വെച്ചിരിക്കുന്ന നമ്മളോടാ ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കണത്. അള്ളാഹു അവന്മാരുടെ പേടി അല്ലാഹ് മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞാൽ അള്ളാഹു അവന്മാരുടെ പേടി മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇവന്മാരൊരു ബില്ല് പാസ്സാക്കി നമ്മളേക്ക് എന്തോ മറിക്കാന്ന് നമ്മൾ പേടിച്ചില്ല എന്ന് കണ്ടപ്പോ വേറെ വഴിയിലേക്ക് കടന്നു.
അങ്ങനാണല്ലോ, ഒന്ന് കഴിയുമ്പോ ഒന്നൊന്ന്. പക്ഷെ എല്ലായിടത്തും എന്തായാലും ആരും പേടിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വഅദ് ലൈവാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. കാരണം എവിടെ കട്ടുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതെവിടെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടാ പോയി കിടക്കാൻ വിധി ഉണ്ടെങ്കിൽ പോയി കിടക്കും. അങ്ങനല്ലേ? എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ള ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുക. പൗരത്വം നഷ്ടപ്പെട്ട് അകത്ത് പോയി ഉണ്ട തിന്നാൻ വിധിയുണ്ടെങ്കിൽ ഞാൻ പോയി കിടക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി വിധിയില്ലെങ്കിൽ ഞാൻ പോകത്തുമില്ല. നിങ്ങൾ പോവോ? നീ നിന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള കാര്യം. പൗരത്വം നഷ്ടപ്പെട്ട് അകത്ത് പോയി കിടക്കാൻ വിധിയുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലെറ്റർ കൊണ്ടുപോയാലും നീ അകത്ത് തന്നെയാകും. ഇനി അള്ളാഹു വിധിച്ചിട്ടില്ല അകത്ത് പോകാൻ, ഇവിടെ തന്നെ കിടക്കാനാ. മൂർഖനാട് തന്നെ നിന്റെ വീടിന്റെ അകത്ത് കിടന്ന് മരിക്കാനാ അള്ളാഹ് വിധിച്ചിരിക്കണേ. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാലും നിന്നെ അകത്ത് കൊണ്ടിടാൻ പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും കൂടെ പേടിച്ച് അബൂബക്കർ തങ്ങളും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലിരുന്നിട്ട് വിറയ്ക്കാ. പനി പിടിച്ചിട്ട് വിറയ്ക്കല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ കൈകാലൊക്കെ വിറയ്ക്കണേ? എന്റെ പൊന്നാര നബിയെ മോളി നോക്കിക്കേ, ശത്രു മുകളിൽ വന്ന് നിൽക്കുക. ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നിൽക്കുകയാ. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഓനെങ്ങാനും താഴേക്ക് നോക്കിയാ ഹത്തം പോകുകയാ, നമ്മുടെ കാര്യം പോയി. ഓനെങ്ങാനും ഒന്ന് താഴേക്ക് നോക്കിയാൽ തന്നെ നമ്മൾ രണ്ടുപേരെയും പിടിക്കും, കൊന്നുകളയും നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കുക, മുത്തുനബി ഇരുന്ന് ചിരിക്കുക. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കണേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അബൂബക്കറെ ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. അബൂബക്കറെ അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കണേ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ ചങ്ങാതി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലെങ്കിലും പ്രസിഡന്റ് ഇല്ലെങ്കിലും സുപ്രീം കോടതി ഇല്ലെങ്കിലും ഏറ്റവും വലിയ കോടതി ആടാ അള്ളാഹുടെ കോടതി ഇല്ലേ? ആ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്നാ പേടിക്കാനാ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ ഈ ക്രൂരമായി കൊല്ലുന്നല്ലോ ഉസ്താദ്, എന്റെ അള്ളാഹു നമ്മളൊക്കെ നോമ്പ് പിടിച്ചു, നമ്മളൊക്കെ അള്ളാഹുവെ പള്ളികളിലും മജ്‌ലിസുകളിലും കരഞ്ഞു ദുആ ചെയ്തു, കോടതിയുടെ കണ്ണു തുറക്കാൻ ഇതുവരെ തുറന്നില്ലല്ലോ. എടാ, തുറക്കാത്തതിന്റെ കാരണം നിന്റെ കണ്ണ് ആദ്യം തുറക്കും, പിന്നെ അള്ളാഹുടെ കണ്ണ് തുറക്കാം. കോടതിയുടെ കണ്ണൊക്കെ പിന്നെ തുറക്കാം, ആദ്യം നമ്മുടെ കണ്ണ് തുറക്ക്. നമ്മളൊക്കെ അള്ളാഹിനോട് കരഞ്ഞു ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെയായാലല്ലേ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂ. 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാനം ഒരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുന്ന അവസാന സമയത്ത് ആ മരണപ്രാളത്തിൽ കിടന്ന് അല്ലാ അല്ലാ എന്ന് വിളിക്കുന്നത് പോലെ ദുആ ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുന്നവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കണ ഒരു വിളിയുണ്ടല്ലോ, അങ്ങനത്തെ വിളി, അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുന്ന ഒരു കാലം വരാതെ, അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഇല്ലല്ലോ. അങ്ങനെ ആരും ദുആ ചെയ്യണില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടാകും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും പറയുന്നു, മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലാഹ് ആരാണെന്ന്.